ചില ശാസ്ത്രകാരന്മാർ നടത്തിയ ഒരു പരീക്ഷണമുണ്ട്. ഒരു അക്വേറിയം, അതിൻ്റെ നടുവിൽ ഒരു ഗ്ലാസിൻ്റെ മറയിട്ടു. ഒരു കള്ളിയിൽ വലിയ മത്സ്യങ്ങൾ, മറുഭാഗത്ത് ഈ വലിയ മത്സ്യങ്ങളുടെ തീറ്റകളായ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ. ഭക്ഷണം കൊടുത്തില്ല വലിയ മത്സ്യങ്ങൾക്ക്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തൻ്റെ തീറ്റകളെ തേടി ഓടി വരുന്നു വലിയ മത്സ്യങ്ങൾ. സംഭവിക്കുന്നത് ആ ഗ്ലാസിന്റെ മറയിൽ തട്ടി വേദനിക്കുന്നു. നിരന്തരമായി ഇങ്ങനെ സംഭവിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ഈ ഗ്ലാസിന്റെ മറ പൊക്കി നോക്കി. പക്ഷേ അത്ഭുതം, തൻ്റെ തൊട്ടടുത്തുകൂടെ പോയിട്ട് പോലും വലിയ മത്സ്യങ്ങൾ തൻ്റെ തീറ്റകളായ കുഞ്ഞു മത്സ്യങ്ങളെ പിടിക്കുന്നില്ല. എന്താണ് കാരണം? നിരന്തരമായി ആ മത്സ്യങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് മെസ്സേജ് പോയത് ഇവരെ പിടിക്കാൻ കഴിയില്ല, പിടിക്കാൻ നോക്കിയാൽ വേദനിക്കും എന്നതാണ്. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുള്ള ധാരാളക്കണക്കിന് നെഗറ്റീവ് മെസ്സേജുകളും നെഗറ്റീവ് തോട്ടുകളും നമ്മുടെ മനസ്സിൽ ഒരു ന്യൂറൽ പാത്വേ ആയി കിടപ്പുണ്ട്. നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ സാധിക്കാതെ വരുന്നു. ചില കാര്യങ്ങൾ തുടങ്ങി വെച്ചാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് മെസ്സേജുകളാണ്. ഒന്നോ രണ്ടോ തവണ ശ്രമിച്ചിട്ട് പിന്മാറുകയല്ല, വിജയം വരിക്കുന്നതുവരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് പരിഹാരം. മനസ്സിന് എപ്പോഴും നമ്മൾ നൽകേണ്ട ഒരു പോസിറ്റീവ് മെസ്സേജ് ഉണ്ട്. ഒരു മന്ത്രം പോലെ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത്, നത്തിങ് കാൻ ഡിഫീറ്റ് മീ. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. തോൽക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ ഈ ലോകം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ലോകം നിങ്ങൾക്ക് വേണ്ടി വഴിമാറിത്തരും. നിങ്ങളുടെ വിജയത്തിൽ ലോകം കൈയടിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക, തോൽക്കാൻ എനിക്ക് മനസ്സില്ല.